ഹായ്. അതെ, ഇന്ന് ഇവന് മാഗി വേണമെന്ന് പറഞ്ഞിട്ട്, മാഗി അല്ല നൂഡിൽസ്. അപ്പം ഞാൻ വിചാരിച്ചു നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവർക്ക് വേണ്ടി, ഇവന് വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണേ. അപ്പോൾ വെട്ടം കുറവാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാവേ. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള, ഒരു കുഞ്ഞൊരു പിന്നെ ബീൻസ്, നമ്മുടെ പർപ്പിൾ കളർ മറ്റേ ഇതല്ല ക്യാബേജ്, പിന്നെ ഇത് ക്യാപ്സിക്കം, ചുവപ്പ്, മഞ്ഞ, പച്ച ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ്, പിന്നെ ഒരു ഇച്ചിരി മുളക്, പിന്നെ ഇത് നമ്മുടെ നൂഡിൽസ്. ഞാൻ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ ഊറ്റിയെടുത്ത് വെച്ചേക്കുന്നതാണ് നൂഡിൽസ്. പിന്നെ ഒരു 2-3 കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലയും. പേന എടുപ്പത്തിൽ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ടേ. ബട്ടർ നല്ലതാണ്. അതിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ എരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ 2-3 കഷ്ണം വെളുത്തുള്ളി ഇല്ലേ, അതിട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പിന്നെ ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് അതങ്ങ് വെന്ത് പോകേണ്ട സാധനമല്ല. ജസ്റ്റ് ഒന്ന് വഴറ്റി ജസ്റ്റ് ഒരു 2 മിനിറ്റ് തന്നെ അതങ്ങ് വഴകും. കണ്ട ജസ്റ്റ് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. 1-2 മിനിറ്റ്. പിന്നെ അതിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോൾ പരന്ന് വെച്ചുകൊണ്ടാണ് കേട്ടോ അതിനെ കാണിച്ചാൽ ആദ്യം ഒരു 1/2 സ്പൂൺ. കാരണം ഞാൻ ഓൾറെഡി നമ്മൾ നൂഡിൽസ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഞാൻ കുരുമുളക് ശരിക്ക് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അത്രേ ഉള്ളൂ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, ചിക്കൻ മസാല ഉണ്ടാകും, അതും കുഴപ്പമില്ല, ഞാനിങ്ങനെ ചേർത്തു. അതും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട്, എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതിങ്ങോട്ട് വന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് നമ്മുടെ നൂഡിൽസിനകത്ത് ഈ ഒരു പൊടി ഉണ്ടായിരുന്നു, ആ ചിക്കൻ്റെ പൊടി, ചിക്കൻ മസാല, അതും കൂടെ തട്ടിക്കൊടുത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഞാൻ അതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. സംഭവം ഇത്രയേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് കെച്ചപ്പോ സോസൊക്കെ ചേർക്കാം. പിന്നെ നമ്മുടെ സോയാ സോസൊക്കെ ചേർക്കാം. ഞാനതൊന്നും ചേർത്തില്ല. ഇത് ഇത്ര തന്നെ നല്ല അടിപൊളിയായിരുന്നേ. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊച്ചിന് കൊടുത്തു, കുഞ്ഞിക്ക് കൊടുത്ത് അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ ഇത്രയുള്ളതൊക്കെ. ബൈ, സി.